ഹലോ ഗൈസ്, മല്ലോട്ടേക്കാണ്. ഓക്കെ, ഈ ന്യൂസ് ഉണ്ടല്ലോ, 2-3-4 ദിവസം മുന്നേ വന്നതാണ്. സംഭവം നടന്ന വർക്കല ആണ്, തിരുവനന്തപുരം. ഓക്കെ, അത് ബ്ലേഡ് മാഫിയയുടെ ഭീഷണി. എന്താ പറയാ, വരൻ വിവാഹത്തിൽ നിന്ന് പിന്മാറി വധു ജീവനൊടുക്കാൻ ശ്രമിച്ചു. ഓക്കെ, ഇതിൻ്റെ എന്താന്ന് വെച്ചാല്, ഇതിന് വേറെയും ഈ ഒരു ഇഷ്യൂ മാത്രമല്ല കേട്ടോ. ഈ ചെറുക്കൻ്റെ ഭാഗത്തുനിന്ന് വേറെയും കുറേ പ്രശ്നങ്ങളുണ്ട്. കല്യാണം ഉറപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ പെൺകുട്ടീൻ്റെ അച്ഛൻ മരിച്ചത്. ആ സമയത്ത് ഇവർ പറഞ്ഞു കല്യാണം വേണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, കല്യാണം പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടി പറഞ്ഞു അച്ഛൻ മരിച്ച വിഷമത്തിലാണ്, ഇപ്പോൾ കല്യാണം നടത്താൻ പറ്റില്ലെന്ന് പെൺകുട്ടി പറഞ്ഞപ്പോൾ ചെക്കൻ പറഞ്ഞ കാര്യമാണ്, കല്യാണം കഴിഞ്ഞിട്ട് ടൂറൊക്കെ പോയി വന്നാൽ പ്രശ്നമൊക്കെ മാറും എന്നാണ് ചെക്കൻ പറഞ്ഞത്. ഓക്കെ, അപ്പം എത്രത്തോളം നീചനാണ് ആ ചെറുക്കന്. നമ്മളൊരാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, അപ്പോൾ അത് ആ പെൺകുട്ടീൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ട് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നടത്താണ്ടിരിക്കല്ലേ ചെയ്യേണ്ടത്. പക്ഷെ അതല്ലാതെ ഇവനൊക്കെ പറഞ്ഞതാ, ഇവന് കല്യാണത്തിൽ നിന്ന് പിന്മാറാണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊരു കട എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് എന്താ പറയുക, പലിശ കൊടുത്ത ആൾക്കാരുടെ ഭീഷണി, പൈസ കിട്ടാൻ വേണ്ടി. കാരണം ആ പെൺകുട്ടീൻ്റെ അച്ഛൻ മരിച്ചല്ലോ. ആ ഒരു ഇഷ്യൂ കൂടി ഉണ്ടായ സമയത്താണ് ഇവന് കല്യാണത്തിൽ നിന്ന് പിന്മാറിയതും. അതുകൊണ്ട് ആ പെൺകുട്ടി ജീവനൊടുക്കും. അതായത് 1 കൊല്ലത്തോളത്തെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് കായിന്നാണ് അറിഞ്ഞത്. പക്ഷെ എന്നാലും എന്താണെങ്കിലും അങ്ങനെ ഉള്ള, ഫോർ എക്സാമ്പിളിന് നമുക്ക് പൈസ നോക്കി കെട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഉള്ളിടത്ത് മാത്രം കെട്ടിയാൽ മതിയല്ലോ. അതല്ലാതെ ഇവന്മാരെ പോലുള്ള സ്ത്രീധനമാണെന്നും ഭംഗി നിറമാർക്ക് ഇതൊക്കെ വേണേനും വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ കൂടെ നിൽക്കാനും പറ്റൂല. ഒരു ഇട്ട് പോക്കുന്ന ടൈപ്പ് ആൾക്കാരാണ് ഉള്ളത് ഇവനെ പോലുള്ളവരൊക്കെ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇവൻ്റെ ഫോട്ടോ കൂടി കൊടുക്കണം. എന്നിട്ട് പിന്നെ ഇനി പെണ്ണ് കിട്ടാത്ത രീതിയിലോട്ട് മാറണം. നാട്ടിൽ നിന്ന് ഒരാളും ഒരിക്കലും പെണ്ണ് കൊടുക്കരുത്. കാരണം ഇത്രയും എന്താ പറയുക, നീച ഹൃദയമുള്ളവരൊന്നും പെണ്ണ് കെട്ടാനുള്ള ഒരു യോഗ്യതയില്ല. ഇവനേക്കാളത്ര നല്ല ആൾക്കാർ പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പെണ്ണ് കിട്ടിയാൽ മതി എന്നാലും അത്ര ആലോചിച്ച് നടക്കുന്ന യുവാക്കൾ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഓരൊക്കൊന്നും ഒരു കാര്യക്കേലും കിട്ടിക്കോട്ടെ, ഇവനെപ്പോലുള്ള നീചന്മാർക്കൊന്നും കിട്ടരുത് ഒരിക്കലും. ഇവനൊക്കെ ആലോചിക്കുക, ഇവനെ തന്തയും തള്ളയൊക്കെ എന്തോരം മോശമായിട്ടുള്ള ആൾക്കാരാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ കുറെ ചെറ്റകളുണ്ട് നാട്ടില്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് രേഖപ്പെടുത്താൻ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ചാനൽ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യണം.